നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഒരു വലിയ പരിപാടി ഡൽഹിയിൽ നടന്നു, കേരള ഹൗസിൽ. അപ്പോൾ അത് ആദ്യം ആരും ശ്രദ്ധിക്കാതെ പോയി ആദ്യം, കാരണം അത് വളരെ ഒരു ഗോപ്യമായ രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ മീറ്റിംഗ് ആണോ അതോ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ആദ്യം തന്നെ എനിക്ക് സംശയമാണ്. പക്ഷേ പത്രക്കുറിപ്പിൽ കേരള ഹൗസിൽ നിന്ന് അത് വ്യക്തമാക്കി, അതൊരു അനൗദ്യോഗിക മീറ്റിംഗ് ആയിരുന്നു. അത് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അനൗദ്യോഗിക മീറ്റിംഗ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് എനിക്കറിയാൻ വയ്യ. അതായത് അനൗദ്യോഗിക മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഔദ്യോഗിക മീറ്റിംഗ് അല്ല എന്നുള്ളത് ഉറപ്പായി, കാരണം ചീഫ് സെക്രട്ടറി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ചീഫ് സെക്രട്ടറി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്, അത് വന്നില്ല. ഔദ്യോഗിക മീറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അതായത് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തോടൊപ്പം നമ്മുടെ പ്രത്യേക പ്രതിനിധി ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള ശ്രീ കെ വി തോമസ്, പിന്നെ അതുകൂടാതെ നമ്മുടെ ബഹുമാന്യനായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അദ്ദേഹം. ഇവരിത്രയും പേരാണ്. അവരാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാനായിട്ട് അവിടെ ഇത് ഓർഗനൈസ് ചെയ്തത് കേരള ഹൗസിൽ. വേറെ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരൊറ്റ തവണയേ ഉള്ളൂ ഇതേപോലെ കേന്ദ്രമന്ത്രി നേരെ വന്നിട്ട് കേരള ഹൗസിൽ വന്ന് കേരള മുഖ്യമന്ത്രിയെ കണ്ടേക്കുന്നത്. ശ്രീ കെ കരുണാകരൻ്റെ കാലത്ത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ ഇരുന്ന ആയി മാറിയ, അതുപോലെ തന്നെ പല ഒരുപാട് കാലം നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ പ്രണബ് മുഖർജിയാണ് ഇതേപോലെ കേരള ഹൗസിൽ കെ കരുണാകരൻ്റെ ആതിഥ്യം സ്വീകരിക്കാനായിട്ട് വന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്, അവിടെ ഗവർണറൊന്നുമില്ല. അതാ നമ്മൾ ചിന്തിക്കേണ്ടേ, ഗവർണർ അവിടെ ഇല്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഗവർണറുണ്ട്. ഗവർണർ ഉള്ളപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമല്ല ശ്രീമതി നിർമ്മല സീതാരാമൻ വന്നത്. കാരണം എന്താണെന്നറിയോ, ഗവർണറെ അവരുടെ വീട്ടിലേക്ക് വിളിപ്പിക്കാൻ ഒക്കത്തില്ല അവർക്ക് വന്ന് കാണാൻ. കാര്യം ഗവർണർ പ്രോട്ടോക്കോളിൽ ഒരുപാട് ഉയരത്തിലാണ് ശ്രീമതി നിർമ്മല സീതാരാമനേക്കാൾ. അതുകൊണ്ട് നിർമ്മല സീതാരാമൻ അവിടെ വന്നതിൽ എനിക്ക് അതിശയം തോന്നുന്നില്ല, വന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗവർണർ വന്നാൽ അവർക്ക് വരാതിരിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ് അവർ വന്നത്. അല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടുമല്ല. നല്ല കാര്യം തന്നെ. എന്തായാലും വന്നു, കാപ്പിയൊക്കെ കുടിച്ചു, ഈ പുട്ടും കടലയൊക്കെ കഴിച്ച്, അതൊക്കെ എല്ലാം കൊള്ളാം. പക്ഷെ പുട്ടടിച്ചാൽ മാത്രം പോരാ, ഇവിടെ എന്തെങ്കിലും കിട്ടണം. ഇതിനി ബഹുമാന്യനായ പ്രധാനമന്ത്രിയോട് അവർ പോയി സംസാരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കണം. ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല എന്നിപ്പോൾ ഇവർ തന്നെ സമ്മതിക്കുന്നു. അനൗദ്യോഗികമായ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്കിതൊരു രാഷ്ട്രീയ മീറ്റിംഗ്, നീക്കുപോക്കുകൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ മീറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്നും RSSൻ്റെ ഒരു വലിയ വക്താവായിരുന്ന ആളാണ് നമ്മുടെ ബഹുമാന്യനായ ഗവർണർ ശ്രീ RV ആർലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. അപ്പോൾ അദ്ദേഹമുണ്ട്. ശ്രീമതി നിർമ്മല സീതാരാമൻ BJPയുടെ വളരെയധികം വലിയ നേതാവാണ്, ഉണ്ട്. ശ്രീ കെ വി തോമസ് ഏത് രാഷ്ട്രീയമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് ദീപസ്തംഭം മഹാചരി, എനിക്ക് കിട്ടണം പണം എന്നുള്ള പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. ആ പ്രിൻസിപ്പിളിൽ ഇരിക്കുന്ന ഒരാളാണ്. അത് എങ്ങോട്ട് വേണമെങ്കിലും മാറാം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇവരിത്രയും മാത്രം പങ്കെടുത്ത ഒരു അനൗദ്യോഗിക മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ കച്ചവടം അല്ല ഇവിടെ നടന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ആ രീതിയിൽ ഒരു രാഷ്ട്രീയ മീറ്റിംഗ് ആയിട്ട്, ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് ആയിട്ടേ എനിക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ആ രീതിയിൽ കാണാൻ പറ്റുന്നുള്ളൂ. അതൊരു രാഷ്ട്രീയ മീറ്റിംഗ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെലവ് കൊടുക്കും. അപ്പോൾ ആ രീതിയിലുണ്ട് കാര്യങ്ങൾ. ശ്രദ്ധിക്കണം, നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രീയ മീറ്റിംഗ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ട് ഇത് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആക്കിക്കൂടായിരുന്നു? കാരണം ഗവർണർ പങ്കെടുക്കുന്നുണ്ട്, ഇവിടുന്ന് ചീഫ് സെക്രട്ടറിയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ പിന്നെ അത് ഇതെന്തുകൊണ്ടൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആയിട്ട് മാറിയില്ല? ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് ആയിട്ട് മാറ്റിക്കൂടായിരുന്നു ഇത്? ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന് മുമ്പൊരു തമാശ ഉണ്ടായി. ഇതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മുടെ ശ്രീ കെ വി തോമസ് പോയി ശ്രീമതി നിർമ്മല സീതാരാമനെ കണ്ടു. അവരവിടെ നിന്ന് എടുത്ത് എറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. കാരണം കണക്ക് വെച്ചപ്പോൾ ഒന്നും അറിഞ്ഞൂടാ, കണക്കറിഞ്ഞൂടാ. പിന്നെന്തോ അദ്ദേഹത്തിൻ്റെ പണി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും മാസം ഏതാണ്ട് 10-15 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. അപ്പോൾ അത് ഒക്കെ വെച്ച് അവിടെ പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പടം വന്നിരുന്നു കേട്ടോ. ആര് വായിച്ചെന്നാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പണി എന്നുള്ളത് കാണിച്ചുകൊണ്ട്.
ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഖജനാവിന് ഇത്രയും പണം കൊടുത്ത് അദ്ദേഹത്തിന് അവിടെ വെക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ധനകാര്യമന്ത്രിയെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരെണ്ണത്തിന് മറുപടി കൊടുക്കാൻ അറിഞ്ഞൂടാ. അറിയാൻ വയ്യാതെ അദ്ദേഹം അവിടെ പോയി ഈ പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയ മാതിരി പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും ഇവരെല്ലാം കൂടെ ശ്രീമതി നിർമ്മല സീതാരാമനെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമൻ വന്നത് ഈ വന്ന വണ്ടി എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് നമ്മുടെ ഈ മാരുതിയുടെ ഒരു സിയാസ് എന്ന് പറയുന്ന വീടുകളാണ്. ഒരു 10-12 ലക്ഷം രൂപ മാക്സിമം അതിന് വില വരും. അപ്പോൾ അത് നമ്മുടെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നതോ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും വേണ്ടി ഓരോ കാറ് ഞാൻ കേരള ഹൗസിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടത് അവിടെ ഇട്ടിട്ടുണ്ട്. വല്ലപ്പോഴുമായി മുഖ്യമന്ത്രി വരുന്നേ അന്നേരമേ അത് എടുക്കുള്ളൂ. അവിടെ മൂടിയിട്ടേക്കാണ്. നശിവും അവസാനം അത് അന്നേരം മാത്രമേ തുറക്കുള്ളൂ. അദ്ദേഹത്തിന് താമസിക്കാൻ പ്രത്യേകം ആയിട്ടുള്ള ഒരു കെട്ടിടം തന്നെ ഉണ്ട്. ആ രീതി അത് പണിഞ്ഞിട്ടുണ്ട് അവിടെ. പിന്നെ ഗവർണർക്കും സഞ്ചരിക്കാൻ, ഗവർണറും വരുമ്പോൾ സഞ്ചരിക്കാനായിട്ടൊരു വാഹനം, അതും കൂടിയ വാഹനമാണ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതൽ ഉള്ള ആളുകൾ ആലോചിച്ച് നോക്കിക്കോളൂ. അവരാരെങ്കിലും ഈ മാരുതി സിയാസിലാണ് നടക്കുന്നത്? ഇന്നോവ ക്രിസ്റ്റയിൽ കുറഞ്ഞ ഏതെങ്കിലും ഒരു വാഹനത്തിൽ അവർ കയറി നടക്കുന്നതാണ് നമുക്ക് കാണാം? ഇല്ല. കേരളത്തിൻ്റെ ബജറ്റിൽ ഒന്നുമില്ല. ആർക്കും പാവങ്ങൾക്ക് ക്ഷേമനിധി പോലും കൊടുക്കാൻ പൈസ ഇല്ലാത്തപ്പം, ഒന്നും നീക്കി വെക്കാത്തപ്പോൾ, 5 പൈസ കൂട്ടി വെക്കാത്തപ്പോൾ 100 കോടി രൂപ വകയിരുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ മന്ത്രിമാർക്ക് കാലാകാലങ്ങളിൽ കാറ് വാങ്ങിക്കാം. നല്ല കാര്യം ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ പോകാൻ. എങ്ങനെ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പൈസ തരുന്നേ? ഇതും കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്ക് എങ്ങനെ പൈസ നിങ്ങളെ വിശ്വസിച്ച് തരും? കാരണം ഇത് മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് മുഴുവൻ കള്ളത്തരത്തിലേക്ക് പോകുമ്പോൾ അവരെങ്ങനെ പണം തരും? അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ. കുറേ PSC മെമ്പർമാർ അത് അങ്ങനെ കുറേ ആളുകൾ അവരെയൊക്കെ പിടിച്ചു വെച്ച് ഇഷ്ടംമാതിരി പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കട്ടെ. കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതൊന്നും ഇനി കേന്ദ്ര ഗവൺമെൻറ് ഇത് നോക്കിയിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ എന്ത് തരാതിരിക്കണം എന്നുള്ളതാണ് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് നിങ്ങൾ അതിനങ്ങോട്ട് കാല് വെച്ച് കൊടുക്കുന്നത്, തല വെച്ച് കൊടുക്കുന്നത്. അവർ തല അടിച്ചു പറിക്കും. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ആകാതിരിക്കട്ടെ. ഇത് കേരളത്തെ ജനങ്ങളുടെ നഷ്ടമാണ്. അപ്പോൾ അതൊരു യഥാർത്ഥത്തിലെ പ്രാതലിൻ്റെ ഒരു മീറ്റിംഗ് ആയിട്ട് മാറി, ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിട്ടാണ് അവർ അത് കൈകാര്യം ചെയ്തത്. മുഖ്യമന്ത്രി ആധേയനായിട്ട് ഗവർണർക്കും അതുപോലെ തന്നെ ശ്രീമതി നിർമ്മല സീതാരാമനും ഒക്കെ ഇങ്ങനെ ഈ ഒരു പ്രാതൽ കൊടുക്കുകയാണ്, അത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു. അതിന് ശേഷം അവർ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇങ്ങനെ ഡൽഹിക്ക് നിർബന്ധമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം അവിടെ നടക്കുകയാണല്ലോ. അവർ ഈ പാവങ്ങൾ കുറേ സഹോദരിമാർ, നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, അവർ ഈ അവിടെ കിടന്ന് വെയിലും കൊണ്ട്, പൊരി വെയിലും കൊണ്ട്, മഴയുള്ളപ്പോൾ മഴയും നനഞ്ഞ് അവിടെ ആ തെരുവിൽ കഴിഞ്ഞ 30 ദിവസത്തിലേറെയായിട്ട്, 1 മാസത്തിലേറെയായിട്ട് കിടക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല മുഖ്യമന്ത്രി. ഒരു ചർച്ചയ്ക്ക് അവരെ വിളിക്കുന്നില്ല. അവരുടെ എന്തെങ്കിലും പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു അനുകമ്പയുള്ളതായിട്ട് പോലും നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രി പുറത്തു പറയുന്നില്ല. ശ്രീ പിണറായി വിജയൻ, ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ രാഷ്ട്രീയം നോക്കി മാത്രമാണോ ഇത് ചെയ്യേണ്ടത്? രാഷ്ട്രീയം വളർത്താനാണോ നിങ്ങളിത് ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ അതിലുണ്ട്, ധാരാളമുണ്ട്. നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും അവർക്കൊന്ന് കൊടുത്തു പോയാൽ, ഈ സഹോദരിമാരുടെ കണ്ണീരൊപ്പാൻ ഇടയായാൽ, നിങ്ങളിൽ നിന്ന് ഉടനെ നിങ്ങൾക്ക് ഏതാണ്ട് തോൽവി സംഭവിച്ച പോലെ അല്ല. അങ്ങനെ നിങ്ങൾ കരുതരുത്. അങ്ങനെയല്ല. ഒരു പാവപ്പെട്ട ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ വലുതായിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരേണ്ട കാര്യമില്ല. നമ്മളാണ് വലുതാവുന്നത്, ഈ സഹായിക്കുന്ന ആള്. ആ ഒരു കാഴ്ചപ്പാട് വേണം നിങ്ങൾക്ക്. അതിന് പകരം നിങ്ങൾ വെട്ടിക്കൊല്ലുന്നവരെയും മണ്ടയടിച്ച് കീറുന്നവരെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കാറുണ്ടല്ലോ, വഴിവിട്ട് പോലും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതിൽ എത്രയോ വലിയ മഹനീയമായ ഒരു പ്രവൃത്തിയായിരിക്കും ഈ പാവങ്ങളെ ഒന്ന് സഹായിച്ചാൽ. 233 രൂപ കൊണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെയാണോ ഈ പാവങ്ങൾ അത് വെച്ച് അവർ ആഹാരം കഴിക്കണം, അവർ കുടുംബം നോക്കണം, അവരുടെ ചെലവുകൾ എടുക്കണം. എങ്ങനെ എടുക്കും? അവർ ചോദിച്ചതിൽ എന്താണ് അന്യായമായിട്ടുള്ള കാര്യം? ഇത് ന്യായമായ ആവശ്യങ്ങളല്ലേ അവർ ഉന്നയിച്ചത്.
എല്ലാം നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് പേരിനെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ ഈ സമരം തീർക്കുക. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരെ ജോലി കളയിക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? ആലോചിക്കണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ആലോചിക്കണം. ഈ സംഭവം നിങ്ങൾ അവിടെ ശ്രീമതി നിർമ്മല സീതാരാമനോട് പറയുന്ന ആദ്യത്തെ വിഷയമായിരിക്കുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് വേറെ വിഷയങ്ങളാണ്, ഈ വിഷയത്തെക്കുറിച്ചേ ഇല്ല. ബാക്കി ഞാൻ അതിനൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ വിഷയം, നിങ്ങൾക്ക് ഹൈ സ്പീഡ് റെയിൽ അത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഏതാണ്ട് പൊതുജനങ്ങൾക്ക് അറിയാതാണ്. ആളുകളുടെയൊക്കെ അടുപ്പം കൂട്ടി പോയി കല്ലുമൊക്കെ ഇട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം അതിൽ നീക്കുപോക്കുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്കല്ല, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ ഉണ്ട്. ചില ഉദ്യോഗസ്ഥരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരും, അവർക്ക് ഒരുപാട് ആവശ്യം വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷേ അതോടൊപ്പം അത്രത്തോളം അതിലപ്പുറവും ഗൗരവം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന ഈ സമരം. അത് നിങ്ങളത് പറയാതിരുന്നതുണ്ടല്ലോ, വളരെ ധാർഷ്ട്യമായി പോയി നിങ്ങളുടെ ഭാഗത്തു നിന്ന്. നിങ്ങളത് കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എത്ര നാൾ ഇതുപോലെ ഈ രീതിയിൽ പെരുമാറാൻ പറ്റും? പരസ്പരം പോരടിച്ച് ഇപ്പം നിങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പരസ്പരം പോരടിക്കുകയാണ്. ഏതാ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നു സെൻട്രൽ ഗവൺമെൻറ് തന്നില്ല എന്ന്. സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു, മന്ത്രിയുടെ പ്രഖ്യാപനം, ശ്രീ നഡ്ഡയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ പാർലമെൻറ്റിൽ, എല്ലാം തന്നു, മൊത്തം തന്നെന്ന് പറയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പാവങ്ങൾക്ക് അവരുടെ വയറ് നിറയും. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. അവരുടെ കണ്ണീരൊപ്പം പറ്റുമോ? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അതാ വേണ്ടത്. കേന്ദ്രം തന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് കൊടുക്കണം, തന്നില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൊടുക്കണം. നിങ്ങൾക്ക് ഈ 100 കോടിയൊക്കെ നിങ്ങൾ വകയിരുത്തിട്ടുണ്ടല്ലോ കാറ് വാങ്ങിക്കാൻ, അതിൽ നിന്നെടുത്ത് കൊടുക്കുക. അതിനെന്താ കുഴപ്പം? അങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ ഭരണം.